നമ്മുടെ ഡയറക്ടർ ഇല്ല വേണം എനിക്ക് ഷൂ മേടിക്കാതെ ഒരു പൈസ തരത്തില്ല. എനിക്ക് എത്ര വയസ്സുണ്ട്? 19-20 ആ റേഞ്ചാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം, ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ആ സമയത്ത് ബുക്ക് വായിക്കാൻ എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ളൊരു കോട്ടായിരുന്നു അത്. ഞാൻ ആ കോട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ റിയലി ഉള്ള അപകടാവസ്ഥ എനിക്ക് മനസ്സിലായത്. എല്ലാവരും നിങ്ങളെ കളിയാക്കിക്കൊണ്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരാണ് സത്യത്തിൽ ഇവിടെ കാരണക്കാരൻ. എന്താണ് നമുക്കിവിടെ പറ്റുന്നത്? നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത, എന്നാൽ നിങ്ങൾക്ക് എല്ലാം ഉള്ള ആ സിറ്റുവേഷനിൽ നിങ്ങൾ കംഫർട്ടബിളാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ഞാൻ +1 പഠിച്ച സമയത്ത് കലോത്സവം നടക്കും. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു പന്ന യൂണിഫോം ഇട്ടുകൊണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ ടീമും എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. അടിപൊളിയായിട്ട് വരണം, പെൺപിള്ളേരെല്ലാം വരും കലോത്സവം, അപ്പോൾ അടിപൊളിയായിട്ട് ലുക്കായിട്ട് വരണം, ടോപ്പ് നോച്ച് വരണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ കലോത്സവം എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഡ്രസ് കോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ബ്രൗൺ പാൻറ്റും ഒരു വൈറ്റ് ഷർട്ടും ഒരു സ്പെസിഫൈ ചെയ്ത ഹൈറ്റ് ടോപ്പ് എന്ന് പറഞ്ഞൊരു ഷൂ ഉണ്ട്. സോ ഞാൻ സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കലോത്സവം നടക്കുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓടി വീട്ടിൽ വന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് വെച്ച് നോക്കിയത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പം എത്ര ആ ഷൂവിന് വിലയെന്ന്. ഞാൻ ഒരിക്കലും ആ ഷൂവിൻ്റെ വില മറക്കത്തില്ല. 786 രൂപ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ നോക്കിയ സമയത്ത്. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ആ സമയത്ത് നോക്കി. എൻ്റെ അപ്പോൾ ഉള്ളത് വെറും 60 രൂപയാണ്. 60 രൂപ. അത് അച്ഛനും അമ്മ ഇങ്ങനെയൊക്കെ തന്ന് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ച് വണ്ടി കൂലോ പൈസയൊക്കെ എങ്ങനെ വെച്ച് 60 രൂപ. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ അത് ഇൻബോണായിട്ട് കിട്ടിയ എൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. വീട്ടുകാരോട് പൈസ ചോദിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. അത് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വീട്ടുകാരോട് പൈസ ചോദിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറാണ് എൻ്റെ. എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് എൻ്റെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഈ ഷൂ വേണമെന്ന് അത്രമാത്രം ആഗ്രഹമുണ്ട്. ആ ഡ്രസ് കോഡിൽ തന്നെ പോകണമെന്ന് എനിക്ക് അത്രമാത്രം ആഗ്രഹമുണ്ട്. എൻ്റെ ഉടുപ്പും പാൻറ്റും ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഷൂവിന് മേടിക്കാനുള്ള പൈസയില്ല. ഞാൻ അപ്പോൾ ചെന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് ഇങ്ങനെ ഷൂ വേണം, എനിക്ക് കലോത്സവത്തിന് എല്ലാവരും വരും, അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് പോകണം, എനിക്ക് ഷൂ വേണമെന്ന് പറയും. നമ്മുടെ ഡയറക്ടർ ഇല്ല വേണം എനിക്ക് ഷൂ മേടിക്കാതെ ഒരു പൈസ തരത്തില്ല, കാരണം 2 ആഴ്ച മുമ്പാണ് നീ ഒരു ഷൂ മേടിച്ചത്, ഇപ്പം നിനക്ക് എന്തായാലും ഈ പൈസ തരത്തില്ലെന്ന് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് എത്ര വയസ്സുണ്ട്? 19-20 ആ റേഞ്ചാണ്. റൈറ്റ്. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം, ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ജസ്റ്റ് 2000-5000 രൂപയൊന്നുമല്ല, ജസ്റ്റ് 1000 രൂപ താഴെയുള്ളൂ. എന്നാലും ആ ഒരു കാര്യം മേടിക്കാൻ എൻ്റെ അതിൻ്റെ പകുതി ക്യാഷ് ഇടാൻ പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ ആ സമയത്ത് ബുക്ക് വായിക്കുമായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് കണ്ടൊരു കോട്ടുണ്ട്. എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ളൊരു കോട്ടായിരുന്നു അത്. ആ സമയത്ത് ഞാൻ റീഡ് ചെയ്തത്, യു സഫർ as long as you decide to. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. എനിക്കറിയാം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തേയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നു, ഫുൾ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യുക എന്നതാണ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ നമ്പർ 1 റൂൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല, നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ വേണമെങ്കിൽ കണ്ടു നോക്കിക്കോ. ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ നമ്പർ 1 റൂൾ എന്ന് പറഞ്ഞാൽ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ബിഗ് ബില്യൺ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവറേജ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അങ്ങനെ ഒരു, ഞാൻ ഇപ്പോഴും പറയുന്നതിനോട്ട് ആ റാറ്റ് ലൈഫ് കൊണ്ടുപോകണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യം, അത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന, എൻ്റെയൊക്കെ ക്യാരക്ടർ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ആഗ്രഹിക്കാൻ എപ്പോഴും അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കും. ആ ഫ്ലിപ്കാർട്ടിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ അതിൻ്റെ വില എത്ര നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാര്യം മേടിക്കാൻ അതിൻ്റെ പകുതി പൈസ, ഫുള്ളൊന്നും ഇടണമെന്നില്ല, പക്ഷെ പകുതി പൈസ എങ്കിലും മേടിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫോൺ നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഷൂ നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ സ്റ്റെബിലിറ്റി, ഒരു ഹാപ്പിനെസ് മൈൻഡിന് കിട്ടുന്നില്ലെങ്കിൽ, അതിനെന്താണ് കാരണം? യു സഫർ ആസ് ലോങ് ആസ് യു ഡിസൈഡ് ടു. നമ്മൾ തീരുമാനിക്കുന്നിടം വരെ, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ നമ്മൾ സഫർ ചെയ്തുകൊണ്ടേയിരിക്കും ഈ റാഡ് ലൈഫിൽ. ഇപ്പോൾ നമ്മളെല്ലാവരും കിടക്കുന്ന ഈ റാഡ് ലൈഫിൽ, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരും നിങ്ങളുടെ ഫാമിലിയിലെ ബന്ധുക്കളും എല്ലാവരും നിങ്ങളെ കളിയാക്കിക്കൊണ്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. ഈ റാഡ് ലൈഫിൽ നിങ്ങൾ തന്നെ സ്വയം സഫർ ചെയ്യുകയാണ് ഈ റാഡ് ലൈഫിൽ. അതാരാണ് ഡിസൈഡ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണ്. സോ എങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും? എന്താണ് ഇവിടെ റിയലി നടക്കുന്ന പ്രശ്നം?
നിങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ടോ? ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നമുക്കൊരു ടീമായിട്ട്, ഒരു ഇസഡ് ഗ്രൂപ്പായിട്ട് നമുക്കിതിനകത്ത് ലൈഫിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ട് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കളിയാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സൊസൈറ്റിയെക്കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട. ആവശ്യമില്ല. അവർ നിങ്ങളെ നെഗറ്റീവായിട്ട് പ്രഷറൈസ് ചെയ്യും. അവർ നിങ്ങളെ കുറേ കാര്യങ്ങൾ പറയും. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കൂടിയിരുന്ന് കളിയാക്കും. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ചീറ്റ് ചെയ്യും. അവൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും, നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഹാർഡായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരിക്കും, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമായിരിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം ലൈഫിൽ ഇതുവരെയും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനൊരു റാഡ് ലൈഫിലാണ് ബ്രോ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ആ റാഡ് ലൈഫിൽ കംഫർട്ടബിളാണ്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടൊരു ബോഡി വേണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിലും പൈസ, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോയി ഫുഡ് കഴിക്കാനെങ്കിലും നിങ്ങൾക്ക് പൈസ വേണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ആ ഷൂ മേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? ഞാൻ ആ കോട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ റിയലി ഉള്ള അപകടാവസ്ഥ എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, എനിക്ക് ഉടുപ്പുണ്ട്, എല്ലാം ഉണ്ട്, വീട്ടുകാരെ എനിക്ക് പൈസ കൊടുത്തരുന്നു. ആ അനാവശ്യമായിട്ട് എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ മാത്രമേ അവർ വർക്ക് പറയത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ ആ കംഫർട്ട് സോണിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാത്ത, എന്നാൽ എനിക്കെല്ലാം ഉള്ള, ഞാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത എന്നാൽ നിങ്ങൾക്കെല്ലാം ഉള്ള ആ സിറ്റുവേഷനിൽ നിങ്ങൾ കംഫർട്ടബിളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പം നിങ്ങൾക്ക് വൈഫൈ ഉണ്ടോ വീട്ടിൽ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ടോ വീട്ടിൽ? ഉണ്ട്. നിങ്ങൾക്ക് ഫുഡ് 3 നേരം കിട്ടുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കൊരു വീടുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് സാധനങ്ങൾ മേടിച്ച് തരുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഫോണുണ്ടോ? ഉണ്ട്. നിങ്ങൾ കോളേജിൽ പോകുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഉടുപ്പുണ്ടോ, പാൻറ്റുണ്ടോ, എല്ലാം ഉണ്ട്, ഇട്ടുണ്ടോ? ഉണ്ട്. സോ ഈ കംഫോർട്ട് സോണിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. നമ്മൾ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. എന്താണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് ആർക്കും അറിയത്തില്ല. എങ്ങനെയാണ് സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നിങ്ങൾ 2024 എടുത്ത നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇപ്പോഴും അച്ചീവ് ചെയ്യാതിരിക്കാത്തതിന് കാരണം നിങ്ങൾ ആ കംഫോർട്ട് സോണിലാണ്. ആ അപകടമായ, നിങ്ങൾ പോലും റിയലൈസ് ഇതുവരെയ്ക്കും ചെയ്യാത്ത, നിങ്ങൾ പോലും അറിയുന്നില്ല, ഓ ഞാൻ ഇത്രമാത്രം കംഫോർട്ട് സോണിലായിരുന്നു. കാരണം നമ്മളെല്ലാം ഹ്യൂമൻ ബീങ് ആണ്. ഒരു സർവൈവൽ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മളെല്ലാം, ഈ പറയുന്ന ഞാൻ പോലും ആയാലും, എൻ്റെ എക്സ്ട്രീം 100%, 110% കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരാണ് സത്യത്തിൽ ഇവിടെ കാരണക്കാരൻ. എന്താണ് നമുക്കിവിടെ പറ്റുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോ ബ്രോ. നമ്മൾ എന്തുകൊണ്ടാണ് 24 മണിക്കൂർ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യാതെ, ജിമ്മിൽ പോവാതെ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് അതിൻ്റെ രുചിയും ഭംഗിയും നിങ്ങൾ ആസ്വദിക്കാതെ എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്നത്? ഒരു റാട്ട് ലൈഫ് എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നാളെ മുതൽ നിങ്ങൾക്ക് മാറണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് പെതുക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു കംഫോർട്ട് സോണിലാണ്. നിങ്ങൾ കംഫോർട്ടബിളാണ് നിങ്ങളുടെ ഈ അവസ്ഥയിൽ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ, നിങ്ങളെ ആരും ഒരു അട്രാക്റ്റീവായിട്ടൊരു പെങ്കൊച്ച് പോലും നിങ്ങളെ നോക്കാത്ത അവസ്ഥയിൽ, നിങ്ങളെ ആരും അടുപ്പിക്കാത്ത അവസ്ഥയിൽ, നിങ്ങളോട് ആരും സംസാരിക്കാത്ത അവസ്ഥയിൽ, നിങ്ങളെല്ലാവരും കളിയാക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു കാര്യം മേടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ കംഫോർട്ടബിളാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കംഫോർട്ടബിളാണ്. അങ്ങനെ നമ്മളെ കംഫോർട്ടബിൾ ആക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. പോൺ അഡിക്ഷൻ, ഇതുപോലെ ആൽക്കഹോൾ, ഡ്രഗ്സ്, അതുപോലുള്ള കാര്യങ്ങൾ, സ്മോക്കിങ്, 24 മണിക്കൂറും റീല് കണ്ടുകൊണ്ടിരിക്കുന്നു. നൈറ്റ് കറക്റ്റായിട്ട് നമുക്ക് ബോഡിക്ക് ഏറ്റവും വേണ്ട പ്രൈമറി ആയിട്ടുള്ള സ്ലീപ്പ് പോലും കൊടുക്കാതെ 2 മണിക്കൊക്കെ റീലും കണ്ടുകൊണ്ടിരിക്കുന്നു, ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് പോലും ഇല്ലാത്ത കണ്ടന്റ് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് പറയുന്നു, യു സഫർ ആസ് ലോങ് ആസ് യു ഡിസൈഡ് ടു. നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണ്. നമുക്ക് ഈ ഡിസിഷൻ, നമുക്ക് ഈ നോളജ്, നമുക്ക് ഈ പവർ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ലൈഫ് എങ്ങോട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏതൊരു സിറ്റുവേഷനായിരിക്കുന്നത്, നിങ്ങളാണായാലോ പെണ്ണായാലോ, നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ടിരിക്കുക, ബ്രോ ഞാൻ ഒരു പൈസയില്ല, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെങ്കിലും, അല്ല നിങ്ങൾ നല്ല പൈസ ഉണ്ട്, ആരാണെങ്കിലും നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ അക്കൗണ്ടബിൾ ആയിട്ടൊരു പാർട്ട്ണറെ കണ്ടെത്തിയിരിക്കണം. ഈ 2025 നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ഇയർ ആയിട്ട് മാറണം. That is my dream. And you will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Ma.